ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും വെച്ച് ആവിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കുട്ടി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും പെട്ടെന്ന് ചെറിയൊരു ബൗളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു കുട്ടി സ്റ്റീൽ ബൗളിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിന് നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കേക്ക് ടീനിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്നും നമ്മൾ നല്ല കിടിലം വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി വീഡിയോസ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം എടുക്കുക. ഞാൻ ഇവിടെ കറുത്തിട്ടുള്ള ആ ഒരു പഴുത്ത പഴം ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു പഴമാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി വരുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് പഞ്ചസാര ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര പ്ലസ് 2 ടേബിൾ സ്പൂൺ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക. പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടും. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തരിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുക്കുന്ന എല്ലാം റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കാൻ നോക്കുക. എന്നാലേ നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മുട്ട ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് 1/2 കപ്പ് തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര്. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടെയും ഇത് നന്നായിട്ട് മിക്സ് ആവണം, എന്നാലേ നന്നായിട്ട് പൊങ്ങുള്ളൂ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർക്കാം. നിങ്ങൾക്ക് വെനില എസൻസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ചായിട്ട് നമുക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒറ്റ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യുക. കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ബാക്കി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഞാൻ അവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു നേന്ത്രപ്പഴത്തിനനുസരിച്ച് ഇതിൻ്റെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് സാദാ കേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല ഉണ്ടാവുക. ഇതിങ്ങനെ കോരുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉണ്ടാവുക. അത്യാവശ്യം കട്ടിയായിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇത് നിറയെ ഒഴിച്ച് കൊടുക്കണ്ട. ഏകദേശം ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി. കാരണം നന്നായിട്ട് പൊങ്ങി വരും വേവുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇത് എല്ലാ ബൗളിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തൊന്ന് ലെവൽ ചെയ്തെടുക്കുമ്പോൾ ഇത് ശരിയായിട്ട് വരും. അപ്പോൾ 3 ബൗൾ നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ ആവിയിൽ വെച്ചാൽ സ്റ്റീമറിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് ഇഡ്ലിച്ചെമ്പിൽ വേണമെങ്കിൽ വേവിക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് 3 ബൗൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ട്രെയിൽ വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. കേക്ക് ടിന്നിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 20 തൊട്ട് 25 മിനിറ്റ് അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ. ഒത്തിരി സമയം വേണ്ട. നിങ്ങൾ എടുക്കുന്ന ബൗളിനനുസരിച്ച് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. കുട്ടീസിനൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ബൗളിൽ നിന്ന് എടുത്ത് മാറ്റാം. സിമ്പിളായിട്ട് നമുക്കിതുപോലെ തട്ടി കൊടുത്താൽ തന്നെ വരും. ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒന്ന് ഫോർക്കോ കത്തിയൊക്കെ വെച്ച് സൈഡ് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് വരാം. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.